ഇപ്പോൾ തെച്ചിക്കോട്ടൂർ രാമേന്ദ്രൻ ആന എല്ലാവരും ഭയങ്കര ക്രൂരതയാണെന്ന് പറഞ്ഞ് വെറുതെ കുറ്റം പറയുക. കാരണം ഞാനതിനെ എൻ്റെ അനുഭവങ്ങളാണ്. ഭക്ഷണം കൊടുക്കാൻ സ്ഥിരം വരുന്ന ആൾ ഭക്ഷണം കൊടുത്ത് അറിയാതെ ആൾ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പെട്ടെന്ന് ബോധം കെട്ടി ആനയുടെ കാക്കൂട്ടിൽ വീണു. പിന്നെ ആന രണ്ട് കാലും മാറ്റി പിടിച്ച് ഇയാൾക്ക് ബോധം വരാതെ നിൽക്കണ്ടേ. ആന എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും പറ്റില്ലെന്നും ആനയ്ക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ആന കാല് കാത്തി നിന്നു. ഇത് പക്ഷെ 3 മണിക്ക് 3-3:30 നേരത്ത് പാപ്പാന്മാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആന കെടുന്നിട്ടും ഇല്ല, പന്തിയല്ലാണ്ട് നിൽക്കണണ്ടപ്പോൾ നോക്കുമ്പോഴാണ് ആനയുടെ കാലിൻ്റെ ഇടയിൽ ഒരു വ്യക്തി കിടക്കുന്നുണ്ട്. ആന ഒരു പക്കാ വെജിറ്റേറിയൻ ആണ് ശരിക്കും. ഒരു നോൺ വെജിറ്റേറിയൻ ക്യാരക്ടർ, കാർണിവോറ ക്യാരക്ടർ ഇല്ലാത്ത ഒരു മൃഗമാണ് ആന. മെഗാ ഹെർബിവോർ എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ശരീരം, അതിൻ്റെ ഒരു കലോറി നോക്കുകയാണെങ്കിൽ ഇത്ര കലോറി ഭക്ഷണം ഇത്ര ഡെയിലി കഴിച്ചുണ്ടാക്കുകയാണെങ്കിൽ അതിന് ആ ഒരു മാസിനെ കൺവേർട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നമ്മളൊരു ആ മെഗാ ഹെർബിവോറിൻ്റെ വാല്യൂ ചിന്തിക്കുക. അത് കഴിക്കുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. മനുഷ്യനാണെങ്കിൽ ഒരു 3 നേരം കഴിക്കുക, പക്ഷേ ആനയ്ക്ക് ഒരു 18 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കണം. ഭക്ഷണപ്രിയരാണ് ശരിക്കും ആന. ഭക്ഷണം കഴിക്കുന്നവർ എപ്പോഴും സ്നേഹമുള്ളവരായിരിക്കും. അവരെപ്പോഴും അതായത് ഭക്ഷണം അവർക്ക് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അവർ ഒരുപക്ഷെ നമ്മോട് പിണങ്ങുന്നത്. നല്ല ഭക്ഷണം കൊടുത്തു നോക്കിയേ ഒരു ആനയും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് നമ്മുടെ അനുഭവത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. കാരണം ഇടഞ്ഞു നിൽക്കുന്ന ആനയ്ക്ക് വെള്ളം കൊടുത്തിട്ട് നല്ല കുടിവെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആന നമ്മൾ പറഞ്ഞ അനുസരിച്ചിട്ടുണ്ട്. എനിക്കറിയാം, സൂര്യനാന വടനപ്പള്ളി തെറ്റി കഴിഞ്ഞപ്പോൾ പാപ്പാനെ തട്ടി അപ്പന അസുഖം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ നോക്കുമ്പോൾ ഒരു തള്ളുവണ്ടിയിൽ പച്ചക്കറി പോകുന്നുണ്ട്. ആ വണ്ടി നേരെ ഒരു വീടിൻ്റെ മേലെ ഇരിക്കുന്നത് കണ്ടു. ഒരു അടിക്ക് അത് തെറിപ്പിച്ച് മേലെ വെച്ചു. ഞങ്ങൾ ചെല്ലുമ്പോൾ ആന ഒക്കെ ഒരു കൊമ്പിൻ്റെ ചീളയിൽ നിന്നൊക്കെ ചോരയൊക്കെ വന്നിട്ട്, അതായത് ഈ തള്ളുവണ്ടി അടിച്ച് കളഞ്ഞതിൻ്റെ ഇതിലാണ് അവിടെ ഇഞ്ചുറി ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കണ്ട വഴിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ചോദിച്ചു എന്താ മോനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവന് ആദ്യം തന്നെ കുറച്ച് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ആന ശാന്തനായി. എനിക്ക് അതിനെ മയക്കവടി വെക്കിയിട്ട് വന്നില്ല, വളരെ ശാന്തനായി. പിന്നെ ഈ കുട്ടനായിലായിരുന്നു പാപ്പാനെ നമ്മൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ വാടാനപ്പള്ളി ഒരു ആശുപത്രിയിലായിരുന്നു, അവിടെ നിന്ന് കയറ്റി കൊണ്ടുവന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആനയ്ക്ക് ഭക്ഷണം, വെള്ളം, അതാണ് പ്രധാനം. അതിലപ്പുറം വേറെ ഒന്നുമില്ല. അത് നമ്മൾ തിരിച്ചറിയുക, പാപ്പാൻ്റെ അനുമതിയോട് കൂടിയിട്ട് ഇത് ചെയ്യണം എന്ന് മാത്രം. കാരണം നമ്മൾ പോയി കുറേ ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ കഴിക്കണം എന്നൊന്നുമില്ല. പക്ഷെ പാപ്പാനായിട്ടുള്ളൊരു സിങ്ക് ഉണ്ട്. ആ സിങ്കർണൈസേഷൻ്റെ ഭാഗമായിട്ട് പാപ്പാൻ്റെ അനുമതിയോട് കൂടിയിട്ട് ആനയ്ക്ക് നല്ല വെള്ളം, നല്ല ഭക്ഷണം കൊടുത്താൽ ഒരു ആനയും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ ആനേനെ ചില ആളുകൾ പാപ്പാമാരെ വാട്ടി കൊണ്ടു നടക്കുക, അതൊരു നല്ല പ്രവണതയല്ല. കാരണം ആനനെ വാട്ടി കഴിഞ്ഞാൽ ആന മെലിഞ്ഞ തൊഴുത്തേ കെട്ടാൻ പറ്റില്ല എന്നുള്ളത് അവരെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പാപ്പാന്മാർ അതിനെ വാട്ടി കഴിഞ്ഞാൽ അങ്ങനത്തെ പാപ്പാന്മാർ അധികകാലം ജീവിച്ചിരിക്കാറുമില്ല. കാരണം ഇതാണ്, ആനയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും എൻ്റെ ഭക്ഷണവും എൻ്റെ വെള്ളം തടഞ്ഞു വയ്ക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാനായിട്ട്. അതിന് വേറെ എന്താ പറയുക, വേറെ ദൂരത്തേക്കൊന്നും പോകണ്ട, അത് പെട്ടെന്ന് മനസ്സിലാക്കും. ആ പെരുമാറ്റം കണ്ടാൽ അറിയാം. അപ്പോൾ പാപ്പാനും ആനയുമായിട്ടുള്ള ആ ഒരു സിങ്കർണൈസേഷൻ അവിടെ നഷ്ടപ്പെടും. അപ്പോൾ ഭക്ഷണം, നല്ല ഭക്ഷണമാണ് എൻ്റെ അറിവിൽ ആനയെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ ഗുരുവായൂർ ദേവസ്ഥയിൽ 2004 മുതൽ അവിടുത്തെ വിദഗ്ധ സമിതി അംഗമാണ്. പക്ഷെ അതിന് മുന്നേ കൈമൾ സാറ് ആണ് അവിടുത്തെ ചാർജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ആനകളുള്ള ഒരു ലോകം, അത് മാസ്മരികമായുള്ളൊരു അവസ്ഥയാണ്. നമുക്കൊക്കെ എന്താ പറയുക, കുട്ടികളൊക്കെ ടോം ആൻഡ് ജെറി കാണുന്ന മാതിരിയാ. അവർക്കൊക്കെ ടോം ആൻഡ് ജെറി എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ മനസ്സിലുള്ള ഒരു വലിയ അനുഭവങ്ങളായിരിക്കും. അതുപോലെ എന്നെ സംബന്ധിച്ചിട്ട് ഗുരുവായൂർ കോട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ടോം ആൻഡ് ജെറിയുടെ ഒരു മാനസികാവസ്ഥയാണ്. എൻ്റെ പ്രായം അതാണെങ്കിലും 20-21 വയസ്സിലൊക്കെ നമ്മൾ എന്താ പറയുക, ആകാംക്ഷയാണ്. കാരണം പീപ്പിൾ ഫോർ ആനിമൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ആ മൃഗങ്ങൾ എങ്ങനെ ചിത്രീകരിക്കുന്നു, അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആനക്കോട്ട എന്നൊക്കെ ചെന്ന് കാണുമ്പോൾ അത് നമുക്കുള്ളിലൊരു മനസ്സിലൊരു ഭയങ്കര വികാരം വരും. കുറേ ആനകൾ നിൽക്കുക, ഓരോ ആനകളും ഓരോ ചേഷ്ടകൾ കാണിക്കുക. ഡോക്ടർമാരും അല്ലെങ്കിൽ ആനയും ആനയും ഉടമസ്ഥന്മാരും ആനയും ഡോക്ടറും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അവിടെ കാണാൻ പറ്റും. അപ്പോൾ അവരോടുള്ള ആ സ്നേഹവും ആ ഭവ്യതയും കാണുമ്പോൾ ആ തീറ്റ ഉണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന തീറ്റ നിർത്തി വെച്ചിട്ട് ആൾ എന്താ സാറേ വന്നേ എന്ന രീതിയിൽ അവർ നമ്മളോട് സമ്മതിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഡോഗിന് ഭക്ഷണം കൊടുത്താൽ അവൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ അപ്പോൾ പുതിയൊരാൾ വന്നാലും ഡോക്ടർ വന്നാലും അവൻ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി നോക്കുള്ളൂ ചിലപ്പോൾ. പക്ഷെ ആന അങ്ങനെയല്ല. ആന പട്ട ഒടിച്ചിരിക്കണ നേരത്താണ് ഡോക്ടറെ കണ്ട പട്ട അവിടെ വെച്ച് ആൾ ഇങ്ങോട്ട് നോക്കും. അപ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. കാരണം ചിലപ്പോൾ അവൻ ഇതിന് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇഞ്ചക്ഷൻ തരാനാണാവോ,
ഇനിയിപ്പോൾ എന്തായാലും നമ്മളെന്തായാലും കുറുമ്പ് കാണിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ അവൻ്റെ മനസ്സിൽ ഓടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവൻ നമ്മളെ കണ്ട് റെസ്പെക്ട് ചെയ്യണം. നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളല്ലോ. ഓരോ ആനകളും നമ്മോട് കാണിക്കുന്ന വ്യത്യസ്തമായ അത് അവരുടെ അറിവ്, നമ്മളാരും അവരെ പഠിപ്പിക്കാതെ തന്നെ അവർ പലതും തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ആനയുടെ കഴിവിനെ നമുക്ക് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ചിന്തിക്കുന്നതും അവരുടെ യാത്രകളൊക്കെ വളരെ ഫാസ്റ്റാണ്. ഇപ്പോൾ തെച്ചിക്കോട്ടൂർ രാമേന്ദ്രൻ ആന എല്ലാവരും ഭയങ്കര ക്രൂരതയാണെന്ന് പറഞ്ഞ് വെറുതെ കുറ്റം പറയുക. കാരണം ഞാനതിനെ എൻ്റെ അനുഭവങ്ങളാണ്. ആന എന്താ പറയുക, ഒരു സ്റ്റെപ്പ് കയറി പാലക്കാട് ഒരു വീടിൻ്റെ ടെറസിന് മേലെ കയറി പോയിട്ടുണ്ട്. അതിനെ ഇറക്കി കൊണ്ടു കഴിച്ചപ്പോൾ ബുദ്ധിമുട്ട് നമുക്ക് അന്ന് സാറുമാർ പറഞ്ഞ് എനിക്ക് എൻ്റെ അറിവിലുണ്ട്. പിന്നെ ആന തറയിൽ നിൽക്കുമ്പോൾ ഒരാൾ ഭക്ഷണം കൊടുക്കാൻ സ്ഥിരം വരുന്ന ആൾ ഭക്ഷണം കൊടുത്ത് അറിയാതെ ആൾ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പെട്ടെന്ന് ബോധം കെട്ടി ആനയുടെ കാക്കൂട്ടിൽ വീണു. പിന്നെ ആന രണ്ട് കാലും മാറ്റി പിടിച്ച് ഇയാൾക്ക് ബോധം വരാതെ നിൽക്കണ്ടേ. ആന എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും പറ്റില്ലെന്നും ആനയ്ക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ആന കാല് കാത്തി നിന്നു. ഇത് പക്ഷെ 3 മണിക്ക് 3-3:30 നേരത്ത് പാപ്പാന്മാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആന കിടന്നിട്ടും ഇല്ല, പന്തിയല്ലാണ്ട് നിൽക്കണണ്ടപ്പോൾ നോക്കുമ്പോഴാണ് ആനയുടെ കാലിൻ്റെ ഇടയിൽ ഒരു വ്യക്തി കിടക്കുന്നുണ്ട്. ഉടനടി പാപ്പാന്മാർ വേറെ ഒന്നും ചെയ്തില്ല, വേറെ അങ്ങോട്ട് ചെന്നില്ല. നേരെ ഇതിൻ്റെ ദേവസ്വം അതിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട്, അവരെ വിളിച്ചു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ആള് അതിൻ്റെ കാലിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്, എന്ത് ചെയ്യാം. അപ്പോൾ ബിനോയ് പറഞ്ഞു. ബിനോയോടെ വന്നു, അതിനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പതുക്കെ അയാളെ പിടിച്ചു വലിച്ച് രക്ഷപ്പെടുത്തി. പക്ഷെ ആന ഒന്നും ചെയ്തില്ല. അത്രയും ഒരു 11 മണിക്ക് സംഭവിച്ചിട്ട് 3 മണി വരെ ആന അദ്ദേഹത്തിനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ആന. അല്ലാതെ ആന ക്രൂരനാണെങ്കിൽ അങ്ങനെയാണോ സംഭവിക്കുക? അതിന് ഭക്ഷണം കൊടുക്കുന്ന ആളോടുള്ള ഒരു സ്നേഹം, മമത, ബോധം കെട്ട് വീണപ്പോൾ അത് അതിന് ശ്രദ്ധിക്കാനുണ്ടായത്. അതാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്. ആ ആന ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇടഞ്ഞ് ഓടിയത് പടക്കം കാലിൻ്റെ ഇടയിൽ പൊട്ടിച്ച് ആരായാലും പേടിച്ചു പോകും. അത് പേടിച്ച് അത് ഓടിപ്പോയത്. അതിനിടയിൽ സംഭവിച്ച സംഭവവാസങ്ങൾ ഒരുപക്ഷെ അതിനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏതൊരു മൃഗമായാലും പേടിക്കും. ആ പേടിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. അത് തെച്ചിക്കോട്ട് രാമേന്ദ്രനുണ്ട്. എനിക്കറിയാം, പടിഞ്ഞാറ് കോട്ടയിൽ ഞാൻ അന്ന് അയ്യന്തോള് ജോലി ചെയ്യുന്ന സമയം. അപ്പോൾ കുറച്ച് അടുത്താണ്. അപ്പോൾ പടിഞ്ഞാറ് കോട്ടയിൽ ചന്തു എന്ന് പറയാം. ചന്തു, ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാനൊരു 3.5 വയസ്സുള്ളപ്പോൾ ചന്തു നന്ദിലത്ത് ചന്ദ്രേട്ടൻ്റെ ചന്തു ആന. അപ്പോൾ അതിന് മോഴയാനയാണ് ശരിക്ക്, കൊമ്പ് വളർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചന്ദ്രേട്ടൻ്റെ പറമ്പ് അവിടെ അടുത്തുണ്ട്, പടിഞ്ഞാറ് കോട്ട അവിടെ അടുത്തുണ്ട്. അപ്പോൾ അവിടെ കെട്ടും. അപ്പോൾ ഒരു ദിവസം പാപ്പാൻ അടിച്ച് അവിടെ ഒരു കൾ ഷാപ്പുണ്ട്. നല്ല ബോധം പോയപ്പോൾ ഈ പാപ്പാനെ കെട്ടിപ്പിടിച്ച് ആ മൂലയിൽ ആളവിടെ നിന്നു. ആരും വന്നിട്ട് ആളെ അനങ്ങളില്ല. അവസാനം നമ്മൾ ചെന്ന് ബിസ്ക്കറ്റ് കൊടുത്ത്, നമ്മളെ പരിചയമുണ്ട് എനിക്ക്, കാരണം നമ്മൾ പരിചയമുള്ള ആളാണ്. പിന്നെ ചന്ദ്രേട്ടനും പരിചയമുണ്ട്. ഞങ്ങൾ വന്ന് ചോദിച്ച് പാപ്പാനെ പിടിച്ച് മാറ്റി ആനേനെ പതുക്കെ അങ്ങോട്ട് കൊണ്ടു. അപ്പോൾ ആനയുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ആനയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാലോ, അത് ചെയ്യില്ല. കാരണം വെച്ചാൽ ആന ആ പാപ്പാനെ വളരെ ശ്രദ്ധിച്ച്, ആൾ ബോധം കെട്ട് കിടക്കാന്നറിയാം, അതിനെ കാവൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ ഭയങ്കര അനുഭവങ്ങളാണ്. അപ്പോൾ എൻ്റെ പണിക്കർ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാപ്പാനെ വളരെ നിഷ്ഠൂരമായി കൊന്ന് കിണറ്റിലിട്ടിട്ട് കാവൽ നിന്നിട്ടുണ്ട്, ഒരാളെടുക്കരുത്. അത് അങ്ങനെയും കാണിക്കുന്നുണ്ട്, ദേഷ്യം അങ്ങനെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളെ എന്താ പറയുക പറഞ്ഞു തരുമ്പോൾ ദേഷ്യപ്പെടുന്ന ഒരു രീതിയുണ്ട്, അതുപോലെ സ്നേഹിക്കുന്ന രീതിയുണ്ട്. അപ്പം അത് മനുഷ്യരെ പോലെ തന്നെ സ്നേഹവും ദേഷ്യവും ഒരുപോലെ കാണുന്ന മറ്റൊരു ജീവിയാണ് ആന. ആനയ്ക്ക് ആരെയും ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. കാരണം കാട്ടിലായാലും അതൊരു മെഗാ ഹെർബിയോറാണ്. അത് ഭക്ഷണം കഴിക്കുന്നു. അത് പിന്നെ വിത്തുകൾ സ്വന്തം കഴിച്ചു കഴിഞ്ഞ് വിത്ത് ഡാമേജ് ഉണ്ടാകും, അത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ അരണ്ടത്തിലൂടെ അവിടെ വേറെ ചെടികൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പരാഗണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, വേറെ സ്ഥലത്തേക്ക് ആ വിത്ത് എത്തിച്ച് അവിടെ ചെടി മുളപ്പിക്കാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാക്കുക. അങ്ങനെ ആ നേച്ചറിനെ, ആ കാടിനെ സംരക്ഷിക്കുന്ന ഒരു ചുമതല കൂടി. പിന്നെ ഒരേ സ്ഥലത്ത് പോയിട്ട് എല്ലാ ഭക്ഷണം കഴിച്ചു തീർക്കുന്ന രീതി ആനകൾക്കില്ല. ഓരോ ദിവസവും വെവ്വേറെ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പോയി ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവർ നടന്നു പോകുമ്പോൾ തന്നെ അറിയാം, മണ്ണിൽ നമ്മൾ ഇപ്പോൾ ട്രാക്ടർ ഓടിച്ചിട്ടാണ് നമ്മൾ കൃഷി നടുന്നത്. അതിൽ ആനകൾ നടക്കുമ്പോൾ അവിടെ എന്താ പറയുക, ചെറിയ ചെറിയ കുഴികളുണ്ടാവും. ആ കുഴികളിൽ പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കും. പിന്നെ അതിൽ തവളകൾ, അങ്ങനെ ആ കാടിനെ ഏതൊക്കെ രീതിയിൽ സമ്പുഷ്ടമാക്കാം എന്നുള്ള രീതിയിൽ അത് ആനകൾക്ക്, നമ്മളിപ്പോൾ മണ്ണ് കളയ്ക്കുന്നതിന് പകരം ആനകൾ കുത്തി മണ്ണ് കളക്കിയിടും. അപ്പോൾ അതൊക്കെ ആ പ്രകൃതിയുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലാതെ ഉറച്ചെടുക്കുന്ന മണ്ണല്ല. അപ്പോൾ ഓരോ സമയത്ത് ഓരോ രീതിയാണ്. അപ്പോൾ ആനകളുടെ ആ രീതികൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അതാണ്
മെഗാ ഹെർബിവോർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആനക്കൂട്ടങ്ങളുടെ ലീഡർ എന്ന് പറയുന്നത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അമ്മയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അവരുടെ ആ രീതികളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ അതിൽ ഇംബ്രീഡിങ് ഒഴിവാക്കാനായിട്ട് നമ്മൾ അതിലുണ്ടാവുന്ന മെയിലുകൾ അപ്പോൾ ഒരേ ഗ്രൂപ്പിൽ തന്നെ വീണ്ടും വീണ്ടും റീപ്രൊഡക്ഷന് വിധേയമാക്കാതിരിക്കാനായിട്ട് ആ ബ്രീഡിങ് ഒഴിവാക്കാനായിട്ട് ആ കൊമ്പനാനയെ മസ്ത് കാലത്ത് അവിടെ നിന്ന് പുറത്താക്കും. അതാണ് പിന്നെ പുറത്ത് കാട്ടിലിറങ്ങിയിട്ട് വേറെ ഗ്രൂപ്പിലെ പിടിയാനുമായിട്ട് ബ്രീഡിങ് നടന്ന് കുട്ടികളുണ്ടാകുന്നത്. അപ്പോൾ ഒരേ ഗ്രൂപ്പിൽ തന്നെ ആ ബ്രീഡിങ് ഒഴിവാക്കാൻ നാച്ചുർ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഫിനോമിന കാണിക്കുന്ന ഒരു മൃഗമാണ് ആന. അപ്പോൾ അത് അത്രയും കരുതലോടെയാണ് നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ ദൈവം ആ മൃഗത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളതും. അത് തന്നെയാണ് നമ്മളത് വാച്ച് ചെയ്താൽ കാണാൻ പറ്റും. അവരുടെ സ്വഭാവ രീതിയൊക്കെ അത് തന്നെയാണ്. ആനയെ അറ്റാക്ക് ചെയ്യുന്ന കടുവകളൊക്കെ ഉണ്ട്. പക്ഷെ ആനയുടെ സൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആന ഭയങ്കര ജൈജാൻറ്റിക് ആയതുകൊണ്ട് ആ കാടിൻ്റെ ഒരു എന്താ പറയുക രീതികൾ, കാടിനെ നന്നായി അറിയുന്നത്, കാടിൻ്റെ വഴിത്താരകൾ, ഓരോ സമയത്ത് എവിടെ വെള്ളം കിട്ടും, എവിടേക്ക് എത്തിച്ചേരണം എന്നൊക്കെ ആ വഴിത്താരകളിലുണ്ടാവുന്ന സമ്മർദ്ദങ്ങളാണ് ഒരുപക്ഷെ നമുക്ക് കാട്ടാനകളുടെ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതും. പിന്നെ ഈ ആനകളുടെ എണ്ണം കൂടുകയാണല്ലോ. എണ്ണം എപ്പോഴും പോപ്പുലേഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പോപ്പുലേഷൻ കൺട്രോൾ ഇല്ലെങ്കിൽ ഏതൊരു മൃഗത്തിനും അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. അത് പുറത്തു വരുന്നു, പിന്നെ അത് ജനങ്ങളെ ആക്രമിക്കുന്നു, പിന്നെ അത് തിരിച്ചു പോകാൻ പറ്റാതെ വരുന്നു. അങ്ങനെയാണ് നമുക്കിപ്പോൾ നമ്മുടെയൊക്കെ ചില ഏരിയകളിലൊക്കെ മനുഷ്യ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും മരണപ്പെടുന്നതൊക്കെ. അത് ഒഴിവാക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇടപാടുകൾ വേണം. കാരണം ഗവൺമെൻറ് എപ്പോഴും കുടത്തിൻ്റെ പുറത്തെ ഓട്ടകൾ മാത്രമേ അടയ്ക്കുന്നുള്ളൂ, ഉള്ളിലെ ഓട്ടകൾ അടയ്ക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തെറ്റ്. ഗവൺമെൻറ് കൃത്യമായിട്ട് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു പോപ്പുലേഷൻ കൺട്രോൾ, എങ്ങനെയാണ് നമ്മുടെ മഹത്തായ പാരമ്പര്യം, ഈ ആനകൾ നമ്മളായിട്ടുണ്ടായില്ല, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ആന ചരിത്രത്തിന്. ഇപ്പോൾ ആറാട്ടുപുഴ പൂരം തന്നെ എത്ര 1400 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ ആ പഴക്കത്തിൽ അന്ന് ആനയുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനകളെ എവിടെ നിന്ന് വന്നു എന്നുള്ളതിന് നമുക്ക് ഒരു തർക്കമില്ല, അത് കാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പക്ഷെ കാട്ടിൽ നിന്ന് വന്നാലും നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നു. അതിൻ്റെ ജീവിതം കാട്ടിലാണെങ്കിൽ ഒരു 40 വയസ്സ് വരെയൊക്കെ അതിൻ്റെ എന്താ പറയുക, നമുക്കറിയാം ആ സ്ട്രെസ്സും കാര്യങ്ങളും പിന്നെ അതിൻ്റെ വേമിൻ്റെ എഫക്റ്റും എല്ലാം കൂടി വരുമ്പോൾ ആന ഒരു 40 വയസ്സിൽ കൂടുതലൊന്നും കാട്ടിൽ ജീവിച്ചിരിക്കുന്നില്ല. പക്ഷെ നാട്ടിലാണെങ്കിൽ 40 കഴിഞ്ഞിട്ടാണ് ഇവിടെ ഏറ്റവും നല്ല അവൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. 40 കഴിഞ്ഞിട്ട് ഒരു 60-70 വയസ്സ് വരെ വളരെ സന്തോഷത്തോടെ ഒരു കൊച്ചുകുട്ടിയെ അമ്മ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിന് കുളിപ്പിക്കുമ്പോൾ ഒരു 5-6 പേരിന്ന് ചകിരിക്കിട്ട് ഉരപ്പിച്ച് കുളിപ്പിക്കുക. അതായത് ഡെയിലി അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസാജ്, സ്പാ ഇതൊക്കെ കൊടുക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ നമ്മുടെ അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു മൃഗത്തിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ വളർത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പശുവിനെ നോക്കിക്കോ, ആടിനെ നോക്കിക്കോ, അതിന് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ അടുത്ത ദിവസം അത് ഇറച്ചിയായി മാറും. പക്ഷെ ആന അങ്ങനെയല്ല. ആനയെ അതിൻ്റെ മരണം വരെ അതിനെ സംരക്ഷിച്ച് സുരക്ഷിതമാക്കി നിർത്തി അതിന് വേണ്ട ആഹാരം കൊടുത്ത് അതിനെ കൊണ്ടു നടക്കുകയാണ്, ആനയെ കൊണ്ടു നടക്കുകയാണ്. അല്ലാതെ ആനയെ നമ്മൾ ഒരിക്കലും മറ്റുള്ള മൃഗത്തിനെ നമ്മൾ എത്ര സ്നേഹിച്ച് വളർത്തിയാലും അതിനെ ഒരു പ്രൊഡക്ഷൻ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ ബംഗാളുകളും അതിനെ ബുച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ആന അങ്ങനെ ചെയ്യില്ല. നായ്ക്കളാണെങ്കിൽ വയ്യാണ്ടായി കഴിഞ്ഞാൽ അവർ റോഡിൻ്റെ എവിടെയെങ്കിലും കൊണ്ടിടുന്ന ആളുകൾ എത്രയോ നമുക്ക് കാണാം. റോഡിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളുടെ ഭൂരിഭാഗം വയസ്സായി കഴിഞ്ഞാൽ വീട്ടിൽ നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരും കാണാതെ ഏതെങ്കിലും വല്ല ചന്തയുടെ അടുത്തോ മാർക്കറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ റോഡിലുള്ള പാടത്തോ ഉപേക്ഷിക്കും. പക്ഷെ ആന ആരും അങ്ങനെ ഉപേക്ഷിക്കണമില്ല. അപ്പോൾ ആനയുടെ ഒരു മഹത്വം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അങ്ങനെയല്ലേ ആനയെ നമ്മൾ സ്നേഹിക്കുന്നത്. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.